ഹലോ. നമ്മളെപ്പോഴും പടച്ചവനോട് ദുആ ചെയ്യുന്നവരാണല്ലേ, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓരോ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ എല്ലാം നമ്മൾ പടച്ചവൻ്റെ അടുത്ത് പറയാറുണ്ടല്ലേ. നമ്മളിങ്ങനെ ദുആ ചെയ്യും അള്ളാഹിനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ദുആ പടച്ചവൻ എത്രയും പെട്ടെന്ന് കേൾക്കണേ എന്ന ആ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോ സമയത്തും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്ന പോലെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണേ. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്. നിങ്ങൾ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ സമയത്തും നിങ്ങൾ ഫ്രണ്ട് ആവശ്യപ്പെടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഫ്രണ്ടിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പല വില പിടിച്ച കാര്യങ്ങളും വില പിടിച്ച സാധനങ്ങളും നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴൊന്നും ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വലിയ നന്ദി വാക്കുകളൊന്നും കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാത്ത കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിൻ്റെ പരാതികൾ ഇങ്ങനെ ഫ്രണ്ട് പറയും, എനിക്ക് അതില്ല ഇതില്ല. അപ്പോൾ ആ കിട്ടിയ കാര്യങ്ങൾക്കൊന്നും ഫ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദിയുമില്ല. പക്ഷേ നിങ്ങളെ അടുത്തുനിന്ന് നിങ്ങൾ ബൈ മിസ്റ്റേക്ക് കൊടുക്കാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ച കാര്യങ്ങളായിരിക്കാം. അതൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞ് നിങ്ങളടുത്ത് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അവർക്ക് കൊടുക്കാനാണോ തോന്നുക, അതോ നിങ്ങളിലൊരു മടുപ്പ് വരികയാണോ ചെയ്യുക? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അള്ളാൻ്റെ അടുത്തും ഇങ്ങനെയാണ്. നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ആദ്യം നന്ദിയുള്ളവരാവണം. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നാണ്. നമ്മുടെ ബ്ലെസ്സിങ്സിനെ ആദ്യം കൗണ്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ചവൻ്റെ അടുത്ത് എന്നിട്ട് പറയണം നമുക്ക് ബാക്കി എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നമ്മൾ ഒരുപാട് നന്ദിയുള്ളവരാകുമ്പോൾ പഠിച്ചവൻ നമുക്ക് വീണ്ടും വീണ്ടും തരും. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് നമുക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, ബന്ധങ്ങളിലൊക്കെ അപ്രീസിയേഷൻ ഭയങ്കര നല്ലതാണെന്ന്. അത് കുട്ടികൾക്കും അപ്രീസിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരിലുള്ള ഒരുപാട് ഗുണങ്ങൾ അവർ കൂട്ടിക്കൊണ്ടുവരികയുള്ളൂ. അവരിൽ പോസിറ്റീവ് എനർജി കൂടുതലാവും, അവർക്ക് കോൺഫിഡൻസ് കൂടും. അതേപോലെ തന്നെ ബന്ധങ്ങളിലും ഈ അപ്രീസിയേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അള്ളാൻ്റെ അടുത്തും. അള്ളാഹ്ക്കും നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളിൽ നന്ദിയുള്ളവരാവുന്നത് അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം എനിക്കൊരു കാര്യം അറിയാം, നിങ്ങളിത് കാണുന്നവർക്കൊക്കെ കേൾക്കാനും കാഴ്ച ശക്തി ഉള്ളവരായിരിക്കും എന്തായാലും ഇത് കാണുന്നത്. ആ തന്നിട്ടുള്ളത്, അതായത് നമുക്ക് കാണാനുള്ള കാഴ്ച ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലോകത്തിനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ പറ്റാത്ത ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. ഈ ലോകത്തിനെ കാണാൻ കഴിയാണ്ട് ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. ഈ ലോകത്തിനെ കേൾക്കാൻ പറ്റാത്തവരുണ്ട്. കേൾവിയില്ലായ്മ കാരണം തന്നെ സംസാരിക്കാനും കഴിയില്ല. നമ്മൾ കേട്ടിട്ടാണല്ലോ നമ്മൾ സംസാരം പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കേൾവിയില്ലാത്ത കാരണം സംസാരിക്കാനും കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഇടയിലാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മളുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോഴും നന്ദിയുള്ളവരാകുക. ഓക്കെ, ബൈ.